ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. ബേസിക് സയൻസിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതായത് ആൻസർ കീയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, ദെൻ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആൻസർ കീ വേറെയല്ല, അതിന് കൂടെ തന്നെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇതിൽ തന്നെ ഉണ്ട്. ഓരോന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യരുത്. ഫിസിക്സ് ആണ് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ കെമിസ്ട്രി, ദെൻ ബയോളജി, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ എക്സാമിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് നോക്കാം. ആദ്യം ഫിസിക്സ് നിങ്ങൾക്കറിയാലോ, 20 മാർക്കിൻ്റെ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ആൻ ഏരിയ ഓഫ് 10 മീറ്റർ സ്ക്വയർ ബൈ എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഈസ് ഡാഷ്. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഉത്തരം എന്ന് നിങ്ങൾ ആദ്യം ഗസ് ചെയ്യൂ. നിങ്ങൾ ആദ്യം എഴുതൂ, ഉത്തരം പറയാം. 5 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ്, 5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് വരിക. അപ്പം അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വേണ്ടവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. 50/10 ചെയ്താൽ മതി, നമുക്ക് 5 കിട്ടും. P = F/A ആണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഇമേജ് ഫോർമേഷൻ ഇൻ എ സ്ഫെറിക്കൽ മിറർ ഈസ് ഗിവൺ. എക്സാമിൻ ദം ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് C of concave mirror, size of image formed is as that of object. Statement 2, when the object is placed at F of a concave mirror, we can imagine that the image is formed at infinity. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇതിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത് സെക്ഷൻ ബിയിൽ വരുന്ന ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ 3 ആണ്. ഓവർ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് റിസൾട്ട് ഇൻ ആക്സിഡന്റ്. വെഹിക്കിൾസിന്റെ ഓവർ സ്പീഡ് ആക്സിഡന്റിന് കാരണമാകും. റൈറ്റ് 2 മെസ്സേജസ് ടു ബി റിട്ടൺ ഓൺ ആൻ അവയർനെസ് ബോർഡ് ഇൻ യുവർ സ്കൂൾ പ്രിമിസസ് ടു മിനിമൈസ് റോഡ് ആക്സിഡൻസ്. അപ്പോൾ ആൻസർ പറയുകയാണ്. നമ്മൾ അത് ആക്സിഡൻസ് കുറയ്ക്കാനുള്ള ബോധവൽക്കരണ ബോർഡാണ് തൂക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്, ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്, വിയർ ഹെൽമെറ്റ്സ് വൈൽ ഡ്രൈവിംഗ് മോട്ടോർ സൈക്കിൾസ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദർ വാല്യൂസ്. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കൂ, 2 കിലോമീറ്റർ ആണ് വലുത്, ദെൻ 2 മീറ്റർ, 2 സെന്റിമീറ്റർ, 2 മില്ലിമീറ്റർ. ബിയുടെ ആൻസർ 5 ക്വിൻ്റൽ ആണ് ഏറ്റവും വലുത്, പിന്നെ 5 കിലോഗ്രാം, 5 ഗ്രാം, 5 മില്ലിഗ്രാം. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതി പോയിരിക്കുന്നത് കേട്ടോ. അതിനെയാണ് ഡിസെൻഡിങ് എന്ന് പറയുക. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ. ഓരോന്നിൻ്റെയും യൂണിറ്റ് ആണ് നമ്മൾ സിമ്പിളായിട്ട് എഴുതേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ന്യൂട്ടൺ, കെൽവിൻ, ആംപിയർ, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ആണുള്ളത്. ന്യൂട്ടൻ്റെ ക്യാപിറ്റൽ ലെറ്റർ N ആണ് സിമ്പിൾ, കെൽവിൻ K, ആംപിയർ A, മീറ്റർ M, കിലോഗ്രാം. ഈ മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ M അല്ല കേട്ടോ, ചെറിയ M ആണ്. കിലോഗ്രാം K, സെക്കൻഡ് S, ചെറിയ S ആണ് എഴുതേണ്ടത്, സെക്കൻഡ്സ്. Question number 5, liquids also exert pressure. Write down any 2 factors that influence liquid pressure. Answer വരുന്നത് height of the liquid column, density of the liquid ആണ്. ഇനി 6ാമത്തെ ചോദ്യം വരുന്നത്, ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഇൻഡിക്കേറ്റഡ് ബൈ A and B ഇൻ ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ ആണ്. മാഗ്നറ്റിക് പൊളാരിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ എഴുതണം. അപ്പോൾ ഫിഗർ എയിൽ നമുക്ക് A എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ A എന്ന് മാർക്ക് ചെയ്തത് നോർത്ത് പോളാണ്. ഫിഗർ ബിയിൽ B എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സൗത്ത് പോളാണ്. അപ്പോൾ നമ്മൾ പോൾസ് ഒക്കെ ശരിക്കും നോക്കണം. അടുത്തത്, സം ഓഫ് ദ ഡിവൈസസ് ആർ മെൻഷൻ ബിലോ. ചില ഡിവൈസസിന്റെ പേരുകൾ താഴെ നൽകിയിട്ടുണ്ട്. ഫ്രം ദ ഗിവൺ ഡിവൈസസ് ക്ലാസിഫൈ ദം ആസ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ്. അതിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഏതൊക്കെയാണ്, പെർമനന്റ് മാഗ്നറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉത്തരം ആദ്യം നോക്കാം കേട്ടോ. എ നോക്കിക്കോളൂ. ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് ഇലക്ട്രിക് ബെൽ, മാഗ്ലെവ് ട്രെയിൻസ്, ജനറേറ്റേഴ്സ്. പെർമനന്റ് മാഗ്നറ്റ്സ് ആണ് കോമ്പസ് നീഡിൽ, മാഗ്നറ്റിക് ടോയ്സ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ്. ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദ്യം.
electromagnets, poles can be changed, strength can be increased by changing current or number of turns of coil. Magnetism exists only when current flows. Permanent magnets poles are fixed, magnetic strength cannot be increased, the gained magnetism can be retained for a long time. Question number 7. A negatively charged rod is brought near an electroscope as shown in the figure. Copy down the diagram and mark the distribution of electric charge formed at A and B. അപ്പോൾ ആ ഡയഗ്രാം താഴേക്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്ത് എഴുതുക കേട്ടോ. ഫിഗർ കംപ്ലീറ്റ് ചെയ്യും വേണം. ഇതാണ് ഫിഗർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചാർജ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അടുത്തത് എട്ടാമത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഇൻ എ സ്ഫെറിക്കൽ മിറർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് കോൾഡ്. എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. ബി ചോദ്യം, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ഹാവിംഗ് റേഡിയസ് ഓഫ് കർവേച്ചർ 18 സെന്റിമീറ്റർ ഈസ് 9 സെന്റിമീറ്റർ. അപ്പോൾ 8th ക്വസ്റ്റ്യൻ ആയി. 9th ക്വസ്റ്റ്യൻ പറയുന്നത് സെക്ഷൻ സിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം എ, എർത്ത് ഈസ് കൺസിഡർ ആസ് എൻ ഇലക്ട്രോൺ ബാങ്ക്. വൈ? അപ്പോൾ ഭൂമിയെ ഒരു ഇലക്ട്രോൺ ബാങ്കായി കരുതുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇഫ് ദ പ്ലേറ്റ് ബി ഈസ് എർത്ത്, ഇതാണ് കേട്ടോ ബി, എർത്ത് ചെയ്താൽ എന്താണ് നോക്കാം. അപ്പോൾ എയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, വെൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഈസ് എർത്ത്, ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എർത്ത് ടു ബോഡി. ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡീനെ എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എർത്തിൽ നിന്ന് ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രം ബോഡി ടു എർത്ത്. എർത്തിൽ ബോഡിയിൽ നിന്ന് എർത്തിലേക്ക് ആയിരിക്കും. ദസ് എർത്ത് റിസീവ്സ് ആൻഡ് ഗിവ്സ് ഇലക്ട്രോൺ. സോ എർത്ത് ഇസ് കോൾഡ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. അപ്പോൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ബാങ്ക് എന്ന് എർത്തിനെ വിളിക്കുന്നത്. അടുത്ത് നോക്കൂ, ഒബ്സർവ് ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഇഫ് ദ പ്ലേറ്റ് ബി ഈസ് എർത്ത്, ഈ ബി എന്നുള്ളതിനെ എർത്ത് ചെയ്തു. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ്? ഡ്രോ ദ പിക്ചർ. അപ്പോൾ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക? പിക്ചർ വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിത്രം എ പോസിറ്റീവ് ആണ്, ബി എർത്ത് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എർത്തിങ് കഴിഞ്ഞിട്ടുള്ള ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 എ ക്വസ്റ്റ്യൻ വരുന്നത്, കംപ്ലീറ്റ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ബൈ ഡ്രോയിങ് നോർമൽ ആൻഡ് ദ പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേസ്. നമുക്ക് ഒരു ഡയഗ്രാം തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ വരച്ചു കൊടുക്കണം നിങ്ങൾ. ഇതാണ് ഫിഗർ. നമുക്ക് ആൻസർ നോക്കാം. എ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ബി ക്വസ്റ്റ്യനും നമുക്ക് ഫിഗർ വരയ്ക്കണം. സി ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ ഈസ് റിയൽ. വൈ? അപ്പോൾ ഈ 3 എണ്ണത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. ആദ്യം എ ക്വസ്റ്റ്യൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് ഫിഗർ വരയ്ക്കുക. ബിയുടെ ഫിഗർ ഇതാണ് വരിക. സിയുടെ ആൻസർ, ഇൻ എ കോൺകേവ് മിറർ ദ റേസ് ദാറ്റ് fall parallel to the principal axis converge to the principal focus and it can be caught on screen, hence its principal focus is real. അപ്പം നമ്മൾ 10 ചോദ്യങ്ങളുടെ ഉത്തരവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, സോറി, 10 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അതും കൂടി പറയാം. Classify the following statements as to those related to uses of concave mirror and convex mirrors and tabulate them accordingly. Convex mirror ഉപയോഗങ്ങളും concave mirror ഉപയോഗങ്ങളും നിങ്ങൾ ടാബുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. concave mirror convex mirror ആണ്. ഇതിൽ നമ്മൾ ഒരു മിനിറ്റ്, ഇതിന് ആൻസർ ഇപ്പോൾ കറക്റ്റാക്കി തരാം. ഇത് ഞാൻ ആൻസർ കൊടുത്തിട്ടില്ല, നമുക്കിപ്പോൾ പറയാം ഇതിൻ്റെ ആൻസർ. അപ്പം ഇതിൽ ഞാൻ കോൺകേവും കോൺവെക്സും അതിൽ തന്നെ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്, കേവ് ആണ് കേട്ടോ. കോൺകേവ് എന്ന് എഴുതാം, ഞാനിവിടെ കേവ് എന്ന് എഴുതാം. മേക്കപ്പിന് കോൺകേവ് ആണ്. അതുപോലെ തന്നെ സോളാർ കോൺസെൻട്രേറ്ററിൽ കോൺകേവ് ആണ്. പിന്നെ ഇത് നോക്കണ്ട നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഷേവിംഗ് മിററിൽ കോൺകേവ് ആണ്. ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്നതും കോൺകേവ് ആണ്. അപ്പം 4 കോൺകേവും ഇത് കോൺവെക്സ് ആണ്. ഞാൻ ടിക്ക് ഇടുന്നതൊക്കെ കോൺവെക്സ് ആണ് കേട്ടോ. റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസും
റിഫ്ലക്റ്റേഴ്സ് ഇൻ സ്ട്രീറ്റ് ലാംപ്സും കോൺവെക്സ് ആണ്. അപ്പം നിങ്ങൾ കോൺകേവ് കോൺവെക്സ് എന്നുള്ള ഭാഗം നേരെ ഒന്ന് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. അപ്പം നമ്മൾ ഫിസിക്സിൻ്റെ 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളും നോക്കിയിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി തുടങ്ങുകയാണ്. കെമിസ്ട്രിയുടെ 20 മാർക്ക് തന്നെയാണ്. ആദ്യ ചോദ്യം വരുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. കോമൺ നെയിമും കെമിക്കൽ ഫോർമുലയും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഉത്തരങ്ങൾ. 1 ബി ആണ്, കാസ്റ്റിക് സോഡ NaOH ആണ്. 2 സി ആണ്, മിൽക്ക് ഓഫ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിൽ KOH ആണ് കേട്ടോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആദ്യ സ്റ്റേറ്റ്മെന്റ് സോഡ, ലൈം ഗ്ലാസ്, ബൊറോസിലിക്കേറ്റ് ഗ്ലാസ്, ഫ്ലിൻ ഗ്ലാസ് കണ്ടെയ്ൻ സിലിക്ക. സ്റ്റേറ്റ്മെന്റ് 2 സിലിക്ക ഇസ് എ കോമ്പോണന്റ് പ്രസന്റ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഗ്ലാസ്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് അപ്പൊ പറഞ്ഞുതരാം ഉത്തരം. അതിന്റെ ഉത്തരം അതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒബ്സർവേഷൻ റിസൾട്ട് ഓഫ് എൻ എക്സ്പെരിമെന്റ് ഇസ് ഗിവൺ, ഐഡന്റിഫൈ ദ ഗ്യാസസ് ഫോംഡ് ആണ്. വിനീഗറിൽ നമുക്ക് സിങ്ക് പീസ് ഇട്ടാൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്ത് വരും. ബേക്കിംഗ് സോഡ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരും. എയുടെയും ബിയുടെയും ഉത്തരങ്ങളാണത്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ 4 റൈറ്റ് എനി 2 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. മെറിറ്റ്സ് എന്താ? ലെസ് എക്സ്പെൻസീവ് ആണ്, ഹൈ ഡ്യൂറബിലിറ്റി, റിങ്കിൾ ഫ്രീ ആണ്. ഡിമെറിറ്റ്സ് ഡു നോട്ട് അബ്സോർവ് വാട്ടർ ആൻഡ് ലെസ് എയർ സർക്കുലേഷൻ ആണ്. അല്ലെങ്കിൽ അതിലൊരു ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി യൂസ്ഡ് ബൈ ബ്ലെൻഡിങ് ദം വിത്ത് നാച്ചുറൽ ഫൈബേഴ്സ്. വൈ? ടു ഗിവ് എക്സ്ട്രാ സ്ട്രെങ്ത്, ടു ഗിവ് എ ന്യൂ ടെക്സ്ചർ, ടു ബ്രിങ് എക്സ്ട്രാ ക്വാളിറ്റീസ്. അഞ്ചാമത്തെ ചോദ്യം വാട്ടർ എക്സ്പാൻഡ്സ് വെൻ ഇറ്റ് ഫ്രീസസ് ആണ്. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ഇറ്റ്സ് വോളിയം ആൻഡ് ഡെൻസിറ്റി ആണ്. വെൻ വാട്ടർ ഫ്രീസസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഡിക്രീസസ്. ദിസ് ഇസ് വൈ ഐസ് ഇസ് ലൈറ്റർ ദാൻ വാട്ടർ ആൻഡ് ഫ്ലോട്ട്സ് ഓൺ ഇറ്റ്സ് സർഫസ്. ഇനി ബി ഹൗ ഡസ് ദിസ് പ്രോപ്പർട്ടി ഹെൽപ്പ് അക്വാട്ടിക് ലൈഫ് ഇൻ കോൾഡ് റീജിയൻസ് ആണ്. ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ബിക്കോസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് വെൻ ഇറ്റ് ഫ്രീസസ്. Floating ice acts as a protective layer. This insulation prevents the water below from freezing. This allows fish and aquatic life to survive in cold regions. ആറാമത്തെ ചോദ്യം ടേക്ക് എ സ്മോൾ പീസ് ഓഫ് സിങ്ക് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് എ ലിറ്റിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ്, ഹോൾഡ് എ ബേണിംഗ് മാസ്റ്റിക് അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഡു യു ഒബ്സർവ്? ആൻസർ, when you hold a burning matchstick or splinter near the mouth of the test tube, the gas will ignite and boom with a pop sound. Name the gas formed here ആണ് hydrogen gas. ഏഴാമത്തെ ചോദ്യം വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് വാട്ടർ ആണ്. വെള്ളത്തിലെ ഘടകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും. ഹൗ ക്യാൻ വി സെപ്പറേറ്റ് ദ കോമ്പോണൻസ് ഓഫ് വാട്ടർ? വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻസ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. എട്ടാമത്തെ ചോദ്യം വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആർ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആണ്. മെറ്റലിൻ്റെ ഏത് പ്രോപ്പർട്ടി ആണെന്നാണ്. കോപ്പർ ഈസ് യൂസ്ഡ് ടു മേക്ക് ബെൽസ്. സോണോറിറ്റി ആണ് കേട്ടോ ഉത്തരം. ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് സൗണ്ട് വെൻ സ്ട്രക്ക് വിത്ത് എ ഹാർഡ് ഒബ്ജെക്ട്. Tungsten is used to make the filament of a light bulb. Ductility ആണ് the ability to be formed into a very thin sheet. Or question ഉണ്ട് which properties of metals are utilized in the following cases ആണ്. Iron is used to make weapons. അതിൻ്റെ ഹാർഡ്നെസ് ആണ് ഉത്തരം A. B question aluminium is used to make food packaging. അതിന് malleability ആണ് ഉത്തരം. അപ്പോൾ sonority, ductility, malleability വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇനി സെക്ഷൻ സി ക്വസ്റ്റ്യൻ 9 ആണ്. റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആണ്. ഫയർഫ്ലൈസ് എമിറ്റ് ലൈറ്റ്. ബയോലൂമിനസെൻസ് ആണ്. മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം. ബി വെൻ സിങ്ക് ആൻഡ് കോപ്പർ നെയിൽസ് ആർ ഇൻസെർട്ടഡ് ഇൻ ടു എ ലെമൺ ആൻഡ് കണക്റ്റഡ് ടു എൻ LED ത്രൂ എ കോപ്പർ വയർ ദ LED ഗ്ലോസ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. സി അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസസ് വെൻ ഹീറ്റഡ് സ്ട്രോങ്ലി ആണെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇനി പത്താമത്തെ ചോദ്യം എ ഫ്യൂ പോളിമേഴ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻസ്, നിങ്ങളത് ഫില്ല് ചെയ്താൽ മാത്രം മതി.
ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് ഏതാണ് പോളിമർ എന്ന് ഫില്ല് ചെയ്യണം. സൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്ട്രോങ് ത്രെഡ്സ്, ഫൈബേഴ്സ് ആണ്. എ പോളിമർ ദാറ്റ് ക്യാൻ ബി മോൾഡഡ് ഇൻ ടു വേരിയസ് ഷേപ്സ്, പ്ലാസ്റ്റിക് അവർ തന്നിട്ടുണ്ട്. പോളിമർ വിത്ത് ഇലാസ്റ്റിക് നേച്ചർ, ബിയുടെ ഉത്തരം വരുന്നത് റബ്ബർ ആണ്. പോളിമർ വിത്ത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് PVC ആണ്, പോളിവിനൈൽ ക്ലോറൈഡ്. ഇനി അതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് കൺസിഡർ ദ അപ്പാരറ്റസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ഹീറ്റ് ദ വാട്ടർ ഇൻ ദ ഫ്ലാസ്ക്. ഫ്ലാസ്കിലെ വാട്ടർ ഹീറ്റ് ചെയ്യുക. വെൻ ഡസ് ദ ടെമ്പറേച്ചർ റിമൈൻ കോൺസ്റ്റന്റ്, എപ്പോഴാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുക? at 100 degrees Celsius. What happens to the water when the temperature remains constant? Water starts boiling. Why does the temperature not rise even when heat is supplied? Temperature എന്തുകൊണ്ട് വീണ്ടും ചൂടാക്കുമ്പോൾ കൂടുന്നില്ല? ഉത്തരം the temperature does not rise above 100 degrees Celsius because the heat supplied is being used to overcome the intermolecular forces of attraction between the water molecules and change the water state from liquid to gas. 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബയോളജി ആണ് വരുന്നത്. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോണത്. വേണ്ടവർ പൗസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ, കാരണം ഒരുപാട് ലെങ്തി ആവും അല്ലെങ്കിൽ. അപ്പോൾ ബയോളജിയിലേക്ക് കടക്കാം. ബയോളജിയും 20 മാർക്കിന് തന്നെയാണ്. ആദ്യ ചോദ്യം, സയന്റിസ്റ്റ് ഹു അഡ്വാൻസ്ഡ് ദ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. ഓപ്ഷൻ ഉണ്ട്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ടുണ്ട്, കറക്റ്റ് ചൂസ് ചെയ്യാനാണ്. സ്റ്റേറ്റ്മെന്റ് എന്താ? കാൾ ലിനേസ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. Reason, Linnaeus introduced the different levels of classification and provided a scientific basis for classification. Binomial nomenclature എന്ന് വിളിച്ചതും അദ്ദേഹമാണെന്ന് പറയുന്നു. രണ്ടും ശരിയാണ്. Both S and R are true and R is the correct explanation of S. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, over time complex organism evolved into the plants and animals we see today. When is life thought to have originated on earth? എപ്പോഴാണ് ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്? Scientists believe that life originated on earth about 3.5 billion years ago. B എന്താ? What conditions led to the formation of complex organism? Some of the simpler organisms released oxygen through photosynthesis, which led to the formation of more complex organisms. അടുത്തത് നാലാമത്, നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ നോക്കൂ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ എ ആൻഡ് ബി ചോദിച്ചിട്ടുണ്ട്. എ മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള സ്പേമും ബി ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള ഓവം അല്ലെങ്കിൽ എഗ്ഗുമാണ് തന്നിരിക്കുന്നത്. റൈറ്റ് അബൌട്ട് ദി ഷേപ്പ് ആൻഡ് മോട്ടിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ്. നോക്കൂ, എയുടെ ചിത്രം നോക്കൂ, അതിനൊരു ടാഡ്പോൾ ലൈക്ക് ഷേപ്പ് ആണ് അല്ലേ. പിന്നെ ഷേപ്പ് ഓഫ് ബി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. മോട്ടിലിറ്റി പറഞ്ഞാൽ ചലനമാണ് കേട്ടോ. ഇതിൽ ഈ സ്പേമിന് ടെയിൽ ഉണ്ട്, വാലുണ്ടല്ലോ, ഈ വാലാണ് ഇതിനെ മൂവ് ചെയ്യാൻ. മോട്ടിലിറ്റി പറഞ്ഞാൽ മൂവിങ് ആണ്, സഞ്ചരിക്കാൻ സഹായിക്കുന്നു. പക്ഷെ എഗ് എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് മോട്ടൈൽ, അത് മൂവിങ് അല്ല, മൂവബിൾ അല്ല. അടുത്തത് നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ 5 ആണ്. ചൂസ് ദ കറക്റ്റ് ചൂസ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയേഴ്സ് ആണ്. ഇതിൽ ഓപ്ഷൻ എ ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ ആണ് പ്ലാന്റ് സെൽസിനെ മെയ്ഡ് ഓഫ് സെൽസ് കണ്ടുപിടിച്ചത്. പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഏർണസ്റ്റ് റസ്കാൻ മാക്സ് നോൾ ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത്. ആറാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആണ്. പ്രിഡേഷൻ ഡിയർ ആൻഡ് ടൈഗർ ആണ്. ബിയുടെ ഉത്തരം കൊമൻസിലിസം ആണ്. സി പാരാസൈറ്റിസം. അടുത്തത് വാട്ട് ഇസ് ട്രോപ്പിക് ലെവൽ ആണ്. ട്രോപ്പിക് ലെവൽ ഇസ് ദ പൊസിഷൻ ഓഫ് എൻ ഓർഗാനിസം ഇൻ ദ ഫുഡ് ചെയിൻ. പ്ലാന്റ്സ് ആണ് കേട്ടോ, പി ആണ്. പ്ലാന്റ്സ് ബിലോങ് ടു ദ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ. ക്വസ്റ്റ്യൻ 7, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് വിക്ക് ഇറിഗേഷൻ ആണ്. ഡ്രിപ്പ് എന്താ? ദിസ് ഇസ് എൻ ഇറിഗേഷൻ മെത്തേഡ് ദാറ്റ് യൂസസ് പൈപ്സ് ആൻഡ് വാൾസ് ടു ഡെലിവർ വാട്ടർ ഇൻ ഡ്രോപ്ലെറ്റ്സ് ടു ദ റൂട്ട് സോൺ. And this minimizes water loss and ensures that all plants receive the same amount of water. Wick irrigation, this method delivers water scarcity from the water source to the root zone of plants using cotton wick. It requires less water than drip irrigation. ഇത് wick ആണ്. ഇവിടെ മുതൽ wickന്റെ ഉത്തരമാണ്. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, farming will be profitable only if all the pests are killed. What is your response to this comment from a farmer? How can effective pest control be implemented? Answer, I do not agree with this opinion of the farmer.
Pest control methods should be selected taking into account the density and nature of the crops. The farmer's need is not to kill the entire pest, but to control their growth in a way that does not damage the crops. Integrated pest control is a method that minimizes the use of pesticides through automated pest control methods using various types of nets and traps, friendly insects, and the cultivation of seeds that are resistant to pest. ഇനി എട്ടാമത്തെ ചോദ്യം വരുന്നത് if there is a mistake in the statements given below, correct the mistake by changing only the underlined word. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതൊക്കെയാണ്? The cell wall അത് കറക്റ്റ് ചെയ്ത് എഴുതിക്കുന്നതാണ് കേട്ടോ, ബിയും ഡിയും. സെൽ വാൾ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു സെൽ ആണ്. ഡി എന്താണ്? ഗോൾഗി അപ്പാരറ്റസ് അല്ല, സെൽ മെംബ്രെയിൻ ആണ്. സബ്സ്റ്റൻസസ് എൻറ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദ സെൽ മെംബ്രെയിൻ ആണ്. കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻ വരുന്നത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ബിലോ ആണ്. ഇത് നമുക്ക് വിച്ച് ഇസ് ദ കോംപ്ലക്സ് ടിഷ്യൂ ചോദിച്ചാൽ സൈലം ആണ് എ. ബിയുടെ ഉത്തരം വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് കോംപ്ലക്സ് ടിഷ്യൂ? സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താ? ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ടു ദ ലീവ്സ് ടേക്സ് പ്ലേസ് ത്രൂ ദ സൈലം. വെള്ളം കണ്ടക്ട് ചെയ്യുന്നത് ഇലകളിലൂടെയാണ്, സൈലത്തിലൂടെയാണ്. സൈലും ഫ്ലോയും ഒക്കെ വാസ്കുലർ ടിഷ്യൂസ് ആണ്, അത് പഠിച്ചു വെക്കണം. ഇനി ഒമ്പതാമത്തെ ചോദ്യം ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ട്വിൻസ് ആണ്. ഗിവ് വൺ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഇസ് ഓൾവേസ് ട്രൂ ഫോർ ഐഡന്റിക്കൽ ട്വിൻസ് റിഗാർഡിംഗ് their sex. They will always belong to the same sex. Why is external appearance of fraternal twins usually different? Fraternal twins develop from two different eggs fertilized by two different sperms. Therefore, they have different genetic material which result in different external appearances and hereditary traits. അടുത്തത് state the two major consequences of the incomplete division or fusion that defines conjoined twins. Body parts will be joined together. The external appearance and hereditary traits of the offspring will be the same. പത്താമത്തെ ചോദ്യം ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ബിലോ ആണ്. അതിൽ നമുക്ക് വരുന്നത് ഹൂ പെർഫോംഡ് ദ എക്സ്പെരിമെന്റ് ഷോൺ ഇൻ ദി ഇലസ്ട്രേഷൻ ആണ്. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഇൻ ദിസ് എക്സ്പെരിമെന്റ്? ഹൗ ഡസ് ദിസ് എക്സ്പെരിമെന്റ് വാലിഡേറ്റ് ദ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ? അപ്പോൾ ആദ്യത്തെ ഹാരോൾഡ് യൂറി ആൻഡ് സ്റ്റാൻലി മില്ലർ ആണ് ഉത്തരം. സോഴ്സ് ഓഫ് എനർജി ഇൻ ദിസ് എക്സ്പെരിമെന്റ് വരുന്നത് ഇലക്ട്രിക് സ്പാർക്ക് ആണ്. How does the experiment validate the theory of chemical evolution ആണെങ്കിൽ this experiment was conducted by artificially recreating the condition of primitive earth in the laboratory, and this experiment was able to produce amino acids which are organic molecules. This experiment proved that organic molecules can be formed from inorganic components under suitable conditions. 10 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ 10-ലൊരു ബി വരുന്നുണ്ട്. അറേഞ്ച് ദ ടൈം ലൈൻ പ്രോപ്പർലി ആണ്. തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്, ഒന്ന് ഓർഡർ ആയിട്ട് എഴുതുക. Prokaryotes, eukaryotes, multicellular organism, first land animals and plants, dinosaurs, mammals. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് ക്ലാസ്സുകൾ പോയത്, പക്ഷെ നിങ്ങൾ എല്ലാവരും മാക്സിമം നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും, എല്ലാ എക്സാം എഴുതുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. എല്ലാവരും നന്നായി തന്നെ എക്സാം എഴുതുക. Thank you for watching.